أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 248 ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, രാജാധികാരത്തിനുള്ള അർഹത അദ്ദേഹത്തേക്കാൾ ഞങ്ങൾക്കുണ്ടായിരിക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ മേൽ ആധിപത്യം ലഭിക്കുക? അദ്ദേഹത്തിന് ധനസമൃദ്ധിയും നൽകപ്പെട്ടിട്ടില്ല. അദ്ദേഹം അഥവാ അവരുടെ പ്രവാചകൻ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കുകയും അദ്ദേഹത്തിന് അവൻ വിശാലമായ പാണ്ഡിത്യവും ശരീരബലവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ തൻ്റെ ആധിപത്യം നൽകുന്നു. അള്ളാഹു വിശാലതയുള്ളവനും സർവജ്ഞനുമാകുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീർ കബീറിൽ ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു: ബനു ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരു രാജാവിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളിൽ നിന്നുള്ള ഒരാളെ രാജാവായി നിയമിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ അള്ളാഹു അവരെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചതിനാൽ അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരാളെ രാജാവായി നിയമിച്ചു. ഇതോടെ അവരുടെ ഉള്ളിലുള്ള വിശ്വാസപരമായ ബലഹീനത വെളിപ്പെട്ടു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രാജാവാക്കിയതെന്ന് ചോദിച്ച് അവർ എതിർപ്പുകൾ ഉന്നയിച്ചു. തങ്ങളുടെ എതിർപ്പിനെ ന്യായീകരിക്കാൻ അവർ 2 കാര്യങ്ങൾ പറഞ്ഞു. തങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രഭാവമോ പ്രശസ്തിയോ ഇല്ല. ഞങ്ങൾ ഉന്നത വംശജരാണ്, അദ്ദേഹം താഴ്ന്ന വംശത്തിൽ നിന്നുള്ളവനാണ്. അതിനാൽ അദ്ദേഹത്തിനല്ല, തങ്ങൾക്കാണ് രാജാവാകാൻ അവകാശമുള്ളതെന്ന് അവർ വാദിച്ചു. സാമ്പത്തികമായി അദ്ദേഹം ദരിദ്രനാണ്, എന്നാൽ രാജഭരണത്തിന് സമ്പത്ത് അനിവാര്യമാണ്. അതിനാൽ അദ്ദേഹത്തെ രാജാവായി അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. ഖാല ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും, അള്ളാഹു അദ്ദേഹത്തെ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തു എന്ന് പറയുക. അവരുടെ പ്രവാചകൻ ഇതിന് നൽകിയ മറുപടിയാണിത്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു ഒരാളെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനായി തിരഞ്ഞെടുക്കുകയും എതിർപ്പുകൾക്കിടയിലും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് മഹത്വം വെളിപ്പെടുന്നത്. അങ്ങനെയാണ് താലൂത്തിനെ അള്ളാഹു തിരഞ്ഞെടുത്തത്. അതിലൂടെ അദ്ദേഹത്തിന് ഔന്നത്യവും ശ്രേഷ്ഠതയും ലഭിച്ചു. അദ്ദേഹം സമ്പന്നനല്ല എന്ന അവരുടെ 2ാമത്തെ ചോദ്യത്തിന് മറുപടിയായി അള്ളാഹു പറയുന്നു, സാദഹു ബസ്തത്തം ഫിൽ ഇൽമി വൽ ജിസ്ം, അറിവിലും ശരീരത്തിലും അള്ളാഹു അദ്ദേഹത്തിന് വിശാലത നൽകിയിരിക്കുന്നു. അറിവ് നൽകി എന്ന് പറഞ്ഞതിലൂടെ ലോകത്ത് സമ്പത്ത് നേടുന്നത് അറിവിലൂടെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ അറിവുണ്ട്. അറിവില്ലാത്തവൻ പൂർവികരുടെ സമ്പത്ത് പോലും നശിപ്പിക്കും. അള്ളാഹു നൽകിയ അറിവിലൂടെ അദ്ദേഹം ധാരാളം സമ്പത്ത് നേടുകയും ചെയ്യും. മാത്രമല്ല, സമ്പത്ത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഭരണത്തിന് അർഹത ലഭിക്കുകയില്ല. അതിന് ഭരണപരമായ കഴിവുകളും തന്ത്രങ്ങളും ആവശ്യമാണ്.
ഇതെല്ലാം അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ കൂടുതലുണ്ട്. അദ്ദേഹത്തിന് ഭരണതന്ത്രം അറിയാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനത കണ്ട് എതിർക്കരുത്. അദ്ദേഹത്തിലുള്ള അന്തർലീനമായ കഴിവുകൾ സമയമാകുമ്പോൾ വെളിപ്പെടുന്നതാണ്. ശരീരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കരുത്തുറ്റതാണ്. ശാരീരിക ശക്തി ഉന്നത നിലവാരത്തിലുള്ളതാണ്. ധൈര്യവും സ്ഥിരതയും അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹത്തിന് സഹിഷ്ണുതയും ത്യാഗമനോഭാവവും കൂടുതലുണ്ട്. സച്ചരിതരായ ഖലീഫമാരുടെ ലക്ഷണം ഇതാണ്. ഉദാഹരണത്തിന് ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നതിന് മുമ്പ് സക്കാത്ത് നൽകാത്തവരോട് യുദ്ധം ചെയ്യേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഖലീഫയായപ്പോൾ അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് സച്ചരിതരായ ഖലീഫമാർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. വല്ലാഹു യുഅ്തി മുൽക്കഹു മൻ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ രാജ്യം നൽകുന്നു. ഈ വചനത്തിലൂടെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ശരിയാണെങ്കിൽ പോലും എതിർക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് വ്യക്തമാക്കുകയാണ്. അധികാരം ദൈവത്തിൻ്റെതാണ്. അതാർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് അവനാണ്. ഭൂമിയിലുള്ള ഒന്നിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കമുണ്ടായാൽ ഉടമയുടെ തീരുമാനമാണ് അന്തിമം. അള്ളാഹുവിനാണ് ഭരണം. അതിനാൽ എതിർക്കാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത്? ഇതിൽ നിന്ന് അവർക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അള്ളാഹു മറുപടി നൽകി. അള്ളാഹു വിശാലമായ അറിവുള്ളവനാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കുറവുണ്ടെങ്കിൽ അള്ളാഹു അത് നൽകുന്നതാണ്. ഭരണാധികാരിയാകാൻ യോഗ്യൻ ആരാണ് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് പരിപൂർണമായ ശരീഅത്ത് ലഭിച്ചിരുന്നില്ല. അതിനാൽ ജനങ്ങളെ നന്നാക്കുവാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രവാചകന്മാർക്ക് വഹി ലഭിക്കുകയും ഭരണ സംവിധാനത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ രാജാക്കന്മാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ ചിന്താപരമായ വളർച്ച അക്കാലത്ത് കുറവായിരുന്നതിനാൽ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അള്ളാഹു നേരിട്ടാണ് നിയമിച്ചിരുന്നത്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായ അധ്യാപനവുമായി വന്നതോടെ അവിടത്തേക്ക് ശേഷം പുതിയ പ്രവാചകന്മാരുടെ ആവശ്യമില്ലാതായി. അതോടൊപ്പം രാജഭരണത്തിൻ്റെ പഴയ രീതി അവസാനിപ്പിച്ച് തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ഭരണരീതി കൊണ്ടുവരികയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.